ഇന്നപ്പം നമുക്ക് പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയ ശിവരാത്രി വിശേഷങ്ങൾ കണ്ടാലോ. അപ്പം നമ്മുടെ വല്യമ്മയുടെ വീടിൻ്റെ അവിടെ ആനക്കല്ല് ഭാഗത്ത് ശിവക്ഷേത്രം ഉണ്ട്. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് അവിടെ ഭയങ്കര ഉത്സവവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കാലത്ത് നമ്മൾ അമ്മായിയും ചേച്ചിയൊക്കെ കൂടിയിട്ട് അമ്പലത്തേക്ക് തൊഴാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കാലത്ത് തന്നെ ഓരോ സെറ്റുകൾ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ തൊഴുത് ഒക്കെ കഴിഞ്ഞ് പ്രസാദമൊക്കെ മേടിച്ച് അങ്ങനെ പതുക്കെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പോരണ വഴിക്ക് ഓരോ സെറ്റുകൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് പതുക്കെ നമ്മൾ വീട്ടിലേക്ക് പോന്നു. അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ അരുൺ ചേട്ടനും അമ്മായിയും ഒക്കെ കൂടി അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ. ഉച്ചയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരിയാണിയും ചിക്കൻ കറിയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൂടാണ്ട് ഒരിക്കലെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് വല്യമ്മ പച്ചക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കറിയും ബിരിയാണിയൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും പച്ചക്കറി തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വിഷ്ണു ചേട്ടനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ നിന്ന് മിഠായിയൊക്കെ കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം അവിടെ അടുത്തൊരു കുളമുണ്ട്. അപ്പം നമ്മളെല്ലാവരും കൂടി കുളത്തേക്ക് അവിടെ കാണാനൊക്കെ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ വരണ വഴിക്ക് പഞ്ഞിമിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ചു. പിന്നെ എല്ലാവരും കൂടി അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ചായയൊക്കെ കുടിക്കായിരുന്നു കേട്ടോ. മിച്ചറും കൊള്ളിപ്പേരിയും അതുപോലെ കേക്കും ഉണ്ണിയപ്പവും വട്ടയപ്പവും അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നമ്മൾ ഒരു രാത്രിയൊക്കെ ആവാനായപ്പോൾ പതുക്കെ തന്നെ നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ, രാത്രിപൂരം കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ മെയിൻ സാധനമായിട്ടുള്ള കുപ്പിവെള്ള സെറ്റ് കണ്ടോടുകൂടി എൻ്റെ കണ്ണ് തള്ളി. ഞാൻ അവിടെ നിന്ന് കുറേ ഐറ്റംസൊക്കെ പരമാവധി ചേട്ടനെ ഊറ്റി മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ കുറച്ചധികം നേരം അവിടെ നിന്ന് രാത്രിപൂരമൊക്കെ കണ്ടതിന് ശേഷം പതുക്കെ വീട്ടിൽ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ.